ഹായ്, വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഇന്നത്തെ ന്യൂസ് അനാലിസിസിൽ എഡിറ്റോറിയലിൽ വന്നിട്ടുള്ള കഫ് സിറപ്പ് ട്രാജഡിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് JNT നടരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമർ യൂണിയൻ മിനിസ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് കൂടുതൽ ഡിലേ ഇല്ലാതെ ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ന്യൂസിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാതെ ഈ ടോപ്പിക്ക് ഡൈവ് ഡൗൺ ചെയ്ത് ഇതെന്താണ് കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ക്രക്സ് ഓഫ് ദ എഡിറ്റോറിയൽ എന്താണെന്ന് നോക്കി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന PDF നിങ്ങൾക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ കയറി ഈ PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡിലേ ആക്കുന്നില്ല, നേരെ നമുക്ക് ന്യൂസ് അനാലിസിസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ 25ഓളം കുട്ടികൾ റീസെന്റ് മധ്യപ്രദേശിൽ കണ്ടാമിനേറ്റഡ് കഫ് സിറപ്പ് കാരണം, അതായത് നമ്മൾക്ക് ചുമക്കെല്ലാം നമ്മൾ കുടിക്കുന്ന കഫ് സിറപ്പിൽ ഉണ്ടായിരിക്കുന്ന കണ്ടാമിനേഷൻ കാരണം റീസെന്റ് വളരെ ദൗർഭാഗ്യകരമായി മരിക്കുകയുണ്ടായി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഫാർമ ഇൻഡസ്ട്രി വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിലും അതിലുണ്ടായിരിക്കുന്ന കണ്ടാമിനേഷൻസ് കാരണം വളരെ അമൂല്യമായ കുട്ടികളുടെ ജീവന് വളരെ ഭീഷണി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ 25 കുട്ടികൾ മരിക്കുന്നതിലൂടെ നമ്മൾക്ക് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പ്രോബ്ലം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ദ ക്വാളിറ്റി ഓഫ് ഡ്രഗ്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് അസുഖം വരുമ്പോൾ അത് മാറുവാനായിട്ട് നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സിൽ അല്ലെങ്കിൽ മരുന്നിൽ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ അസുഖം മാറുക എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ അസുഖം മാറുവാനായി കഴിക്കുന്ന മരുന്ന് നമ്മളുടെ ജീവന് തന്നെ ആപത്താവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ച് JNT മാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ എഡിറ്റോറിയലിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽ വായിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വായിക്കണം. വളരെ നല്ലൊരു എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പോ ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഞാൻ ഇന്ന് കൂടുതലും ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് പീഡിയാട്രിക് ഡ്രഗ് റെഗുലേഷൻ ഇൻ ഇന്ത്യനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളിൽ ഈ പറഞ്ഞിട്ടുള്ള ഡ്രഗിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് വളരെ കുറവാണ്. ഈ എത്തിക്കൽ കൺസേൺസ് കാരണവും ബാക്കി റെഗുലേഷൻസ് കാരണവും കുട്ടികളുടെ മേലില് ഡ്രഗ് പരീക്ഷിക്കുക ഒരു പ്രവർത്തിക്ക് അധികം ഒരു രാജ്യവും മുതിർന്നിട്ടില്ല. അത് വളരെയധികം എത്തിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ മുതിരാതിരുന്നത് കൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചും JNT മാം ഈ ആർട്ടിക്കിളിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് എങ്ങനെയാണ് ഒരു ഡ്രഗ്, അതായത് ഒരു മരുന്നിന് ഒരു അപ്രൂവൽ കിട്ടേണ്ടത്. നമുക്ക് ഏകദേശം നമ്മൾ ഒരു 5 വർഷം പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ കോവിഡ് സിറ്റുവേഷൻസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കുകളിൽ ഒന്ന് CDSO, സെൻട്രൽ ഡ്രഗ് റെഗുലേഷൻസിനെ കുറിച്ചും, അല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ക്വാളിറ്റികളെ കുറിച്ചും, മെഡിക്കൽ ടെസ്റ്റുകളെ കുറിച്ചും, മെഡിക്കൽ ക്ലിനിക്കൽ ട്രയലുകളെ കുറിച്ചും ഒക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് നോക്കി കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യനിൽ വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അല്ലാതെ കുട്ടികളിൽ എങ്ങനെയാണ് ഒരു മരുന്നിന്റെ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ ഒരുപാട് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഡേറ്റ നമ്മളുടെ കയ്യിൽ ഇല്ല. അപ്പോ നമ്മൾ എപ്പോഴും UPSCക്ക് പഠിക്കുമ്പോൾ നമ്മളിതൊരു ന്യൂസ് അനാലിസിസ് ആസ് സച്ച് ഒരു എന്റർടൈനർ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പർപ്പസിനോ അല്ല ചെയ്യുന്നത്. നമ്മളുടെ UPSC എക്സാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദ ആർട്ടിക്കിൾ 39 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് F എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? അത് ഡീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്, കുട്ടികളുടെ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ഇൻ എ ഹെൽത്തി മാനർ ആണ്. കുട്ടികളുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ഫെസിലിറ്റീസും മാക്സിമം എന്ത് ചെയ്യണം, ഒരു ഹെൽത്തി മാനറിൽ ഡെവലപ്ഡ് ആയിട്ട് വരണം
എന്നുള്ളത് എന്തിൽ പറയുന്നുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഇപ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുമ്പോൾ അതൊരു DPSPയുടെ ക്ലോസിലാണ് വരുന്നത്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനും DPSPക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. DPSP എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്, അല്ലെ? അപ്പൊ ആ ഗൈഡിങ് പ്രിൻസിപ്പിളിൽ വരെ പറയുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് എന്ത്? കുട്ടികൾക്ക് വളരുവാനുള്ള ഒരു ഹെൽത്തി മാനറിൽ വളരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തിരിക്കണം? അത് നൽകിയിരിക്കണം. അത് ആരുടെ കടമയാണ്? അത് സ്റ്റേറ്റിന്റെ കടമയാണ്. അപ്പോ ഈ ഈ ഈ പറയുന്ന ഈ മധ്യപ്രദേശിൽ നടക്കുന്ന സംഭവം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു സംഭവം അല്ലാതെ അവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ NCRB ഡേറ്റാസ് ഒക്കെ നമ്മൾ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നേരെ വളരെയധികം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പോക്സോ കേസുകൾ. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് Fന് വിരുദ്ധമാണ്. ഓക്കെ. അപ്പോ ഈ ഇതിൽ നമ്മളുടെ ഈ കോളമിസ്റ്റ് പറയുന്ന ജയന്തി മാം പറയുന്നത് എന്താണ്? ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞിട്ടുള്ള ഈ നമ്മളുടെ കഫ് സിറപ്പിനകത്തുണ്ടായിരുന്ന കണ്ടാമിനേഷൻ മൂലം നശിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് Fനെതിരാണ് എന്ന് അവര് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ അവര് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏകദേശം 13ഓളം പോളിസീസ് റിലേറ്റഡ് ടു എന്തിനുണ്ട്? ചൈൽഡ് വെൽഫെയറിന് റിലേറ്റഡ് ആയിട്ടുണ്ട്. അതിനകത്ത് അവർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പലതും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു UPSC സീരിയസ് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മളുടെ പ്രിപ്പറേഷന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വായിച്ചു പോകുന്ന ചില സാധനങ്ങളിൽപ്പെട്ട ഒരു ലെജിസ്ലേഷൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത് ഒന്ന് രണ്ടെണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 1974 ഉണ്ടാക്കിയിരിക്കുന്ന നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ വളരെ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഹെൽത്തി മാനർ ഡെവലപ്മെന്റ്, അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യ ന്യൂ ബോൺ ആക്ഷൻ പ്ലാൻ, അതായത് കുട്ടികളുടെ ഹെൽത്തി ആയിട്ടുള്ള നിയോനേറ്റൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എടുക്കേണ്ട വാക്സിൻസിനെ കുറിച്ച് അതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പോളിസി, ഒരു പ്ലാൻ ആയിരുന്നു ഇന്ത്യ ന്യൂ ബോൺ ആക്ഷൻ പ്ലാൻ ഓഫ് 2014 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ UPSCക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുമുള്ള ഒരു ആക്ട് ആണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. ഇത് PCPNDT ആക്ട് എന്ന് പറയും. നമ്മളുടെ പറഞ്ഞിട്ടുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലിംഗനിർണയം എന്ന് പറയുന്ന ഒരു ആക്ട് ആണ്. അതിനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. വളരെയധികം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചൈൽഡ് സെക്സ് റേഷ്യോനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കോട്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്നത്. പിന്നെ വളരെ റീസെന്റ് ആയിട്ടുള്ള ആധാർ ആക്ടിലും ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്കുള്ള കോഴ്സ് ഉണ്ട്. അതായത് അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് അതർ സബ്സിഡീസ്. അപ്പൊ ഈ അതർ സബ്സിഡീസിനകത്ത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സർവീസസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഓർഡർ പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മളുടെ കയ്യിൽ ഏകദേശം 13ഓളം പോളിസീസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് പറ്റിയൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് ഫാർമക്കോ വിജിലൻസിനെ, അല്ലെങ്കിൽ സേഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പീഡിയാട്രിക് ഡ്രഗിനെ എന്ത് ചെയ്യുന്നില്ല? പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്നില്ല. അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ അവെയർ ആവാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ഈ ഫാർമോക്കോ വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം, ഒരു ഡ്രഗ് പുറത്തിറങ്ങുന്നു. ഒരു ഡ്രഗ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ക്ലിനിക്കൽ ട്രയലുകളുണ്ട്. അതിന്റെ ഡേറ്റ ഒരുപാട് പരിശോധിക്കുന്ന പരിപാടികളുണ്ട്. അതിന്റെ വാലിഡേഷൻ ചെക്ക് ചെയ്യുന്ന പരിപാടികളുണ്ട്. അതിന്റെ ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ നോക്കുന്ന നമ്മളുടെ ഈ എന്താ പറയാ ആർട്ടിഫിഷ്യൽ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ അതിൽ ടെക്നിക്സ് ചെയ്യുന്ന പരിപാടികളുണ്ട്. പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിലും ഒരു ഫാർമക്കോ വിജിലൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഈ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞ് വൺസ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ ഒരു ഡ്രഗ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് ഒരു 1-2 അല്ലെങ്കിൽ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസോ, അല്ലെങ്കിൽ അതിനെ ഒരു ഫോളോ അപ്പ് ക്ലിനിക്കൽ ട്രയലുകൾ എടുത്തിട്ട് അത് ലോങ് ടേമിൽ എങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ അഫക്ട് ചെയ്തു എന്ന് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന പ്രശ്നം, അതേപോലെയുള്ള ഒരു ട്രാക്കിങ്ങോ അതേപോലെയുള്ള ഡേറ്റാസോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഗമമായി നടക്കുന്നില്ല എന്നുള്ളൊരു ക്രിറ്റിസിസവും നമ്മളുടെ കോളമിസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കൺസേൺ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു പുതിയൊരു ആശയമാണ്. നമ്മൾ എല്ലാവർക്കും എന്തറിയാം? ക്ലിനിക്കൽ ട്രയലുകളെ കുറിച്ച് നമുക്കറിയാം. എന്താണ് ക്ലിനിക്കൽ ട്രയല്? ഒരു മരുന്ന് ഇറങ്ങുന്നതിന് മുമ്പ്
പക്ഷെ ആ മരുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇമ്പാക്ട് എങ്ങനെ ആ മരുന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ഒരു പ്രശ്നത്തിനെയാണ് കോളമിസ്റ്റ് വളരെ മനോഹരമായിട്ട് ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കംസ് രണ്ടാമത്തെ പ്രശ്നം, റെഗുലേറ്ററി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയേഴ്സ്. ഇപ്പോൾ ഇന്ത്യൻ ഗവർണൻസിന്റെ അല്ലെങ്കിൽ നമ്മളുടെ GS പേപ്പർ 2 നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗവേണൻസിൽ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു സെൻട്രൽ ഓർഗനൈസേഷനും ഒരു സ്റ്റേറ്റ് ഓർഗനൈസേഷനും ഉണ്ടെങ്കിൽ ഈ രണ്ട് ഓർഗനൈസേഷൻസ് തമ്മിൽ എന്തില്ല, ഒരു കമറാഡറി ഇല്ല, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ അതേ പ്രശ്നത്തിനെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ കഫ് സിറപ്പ് കേസിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. അവരതിനെ കോട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്: സെൻട്രൽ ഡ്രഗ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, CDSCO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ലാർജ് മാനുഫാക്ചേഴ്സിനെയും എക്സ്പോർട്ട് അപ്രൂവൽസും അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ, അതായത് മരുന്നുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലെ ഒരു നോഡൽ ആയിട്ടുള്ള അഭിപ്രായം പറയുന്ന ആൾ ആരാണ്? CDSCO ആണ്. പക്ഷേ അവരും അത് ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, ലാർജ് മാനുഫാക്ചറേഴ്സിനെയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ വലിയ എക്സ്പോർട്ട് അപ്രൂവൽസുകളെയാണ് അവര് നോക്കുന്നത്, അല്ലെ? പക്ഷേ ആരാണ് ഈ ചെറിയ മാനുഫാക്ചറേഴ്സിനെയും അല്ലെങ്കിൽ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നോക്കുന്ന ആരാണ്? അത് സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളേഴ്സ് ആണ്. സെൻട്രൽ ഡ്രഗ് കൺട്രോളേഴ്സ് എന്ത് ചെയ്യുന്നു? റെഗുലേഷൻസ് ചെയ്യുന്നു. ആരെ റെഗുലേഷൻസ് ചെയ്യുന്നു? ലാർജ് മാനുഫാക്ചറേഴ്സിനെയും എക്സ്പോർട്ട് അപ്രൂവൽസും എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? സ്മോളർ മാനുഫാക്ചറേഴ്സിനെയും റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷനെയും CDSCO അല്ല, മറിച്ച് SDC, അതായത് സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളേഴ്സ് ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോ സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരുപാട് സ്റ്റേറ്റ്സിൽ ഉള്ള ഈ ഒരു സംഗതി ഒരു കോർഡിനേഷൻ ഇല്ലാതെ സംഭവിക്കുന്നു. ഒരു സീരിയസ് ഗ്യാപ്പ് ഓഫ് കോർഡിനേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. ഒരു നല്ല ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെന്റോ ഇല്ലാത്തൊരു ഒരു സംഗതി. അപ്പോ ഈ ചെറിയ ചെറിയ മരുന്ന് വ്യാപാരികളെല്ലാം ആരാണ് ഈ പറഞ്ഞിട്ടുള്ള അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റ് Q&A നടത്തുന്നു. അതൊക്കെ നടത്തുക എന്ന് പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? CDCകളുടെ SDCകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അത് എന്ത് നടക്കുന്നില്ല എന്നാണ് ഓതർ പറയുന്നത്? അതിന്റെ ഒരു എൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷനോ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആര്? ഓതർ പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഫാർമാക്കോ വിജിലൻസ് ഡെഫിഷ്യൻസിനെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നു. അതായത് ഇന്ത്യ ലാക്സ് എ ഡെഡിക്കേറ്റഡ് പോളിസി. അത് ഫാർമാക്കോ വിജിലൻസ്, അതായത് വൺസ് മരുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ലോങ് ടേം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് എന്തില്ല? ഇന്ത്യയില് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി ഇല്ല. അവര് വേറൊരു കാര്യം കൂടി ചെയ്തു വെക്കുന്നുണ്ട് ഇവിടെ. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം പീഡിയാട്രിക് യൂസ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. PUMA എന്നാണ് അതിനെ വിളിക്കുന്നത്, പീഡിയാട്രിക് യൂസ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ. ഇതൊക്കെ നമുക്ക് ഈ ടേമുകളൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ മെയിൻസിനും GS4-നൊക്കെ നമുക്ക് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് ഇത് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് നിങ്ങളുടെ ആൻസേഴ്സിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം വാല്യൂ അഡീഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടുക ഇതേപോലെയുള്ള ന്യൂസ് അനാലിസിസിലും അതേപോലെ തന്നെ നമ്മളുടെ ന്യൂസ് പേപ്പേഴ്സിലും നിന്നുമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഇന്ത്യയിൽ ആക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഫാർമാക്കോ വിജിലൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ പകരം അത് എവിടെ ഉണ്ട്? യൂറോപ്യൻ യൂണിയനിൽ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? പീഡിയാട്രിക് യൂസ് മാർക്കറ്റിംഗ് ഓതറൈസേഷൻ. ഇത് പ്രോപ്പർലി ഒരു പീഡിയാട്രിക് ഏജിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻസിനെ കുറിച്ച് അവരുടെ ഡേറ്റ വെച്ചിട്ടും അതിന്റെ ഒരു സ്പെസിഫിക്കലി അവരുടെ ഫിസിയോഗ്രഫി അനുസരിച്ചിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? ഈ PUMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ വളരെയധികം ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇഫ് പോസിബിൾ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ഓർഗനൈസേഷൻ ആണ് ഈ PUMA എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ സെയിം ആയിട്ട് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ബെസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ഫോർ ചിൽഡ്രൻ ആക്ട്. നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് ആ രാജ്യങ്ങളെല്ലാം അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അപ്പോ ഇന്ത്യ ആക്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള പോക്സോ പോലുള്ള ലെജിസ്ലേഷൻസും അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അംഗൻവാടികളിലൂടെയുള്ള പോക്ഷൻ അഭിയാൻസും അതേപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസും
അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ചൈൽഡ് ലേബർ ആക്ട്സും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു കാര്യങ്ങള് ഇനിയും ഇന്ത്യയിൽ നടപ്പാക്കാനുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ കൂടിയാണ് ഈ കാണുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ സുഗമമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഓക്കെ, ആയിട്ട് നമുക്ക് എടുക്കാൻ ഒരു തെളിവുകളായിട്ടും നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് തെറാപ്യൂട്ടിക് ഓർഫൻസ് എന്നാണ് എന്ത് വിളിക്കുന്നത്, കുട്ടികളെ വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതും ഇതിലും വ്യക്തമാക്കുന്നുണ്ട്. അതായത് ക്ലിനിക്കൽ ട്രയലുകള് കുട്ടികളിൽ വളരെ വിരളമായിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ഫോർ ദിസ് ഈസ് എത്തിക്കൽ റീസൺസ് ആണ്. അതായത് കുട്ടികളിൽ നമ്മൾ ഒരു മരുന്ന് എങ്ങനെ പരീക്ഷിക്കും, അതൊരു എത്തിക്കൽ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഈ ഒരു എത്തിക്കൽ കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ അതിലെന്താണ്, ഒരു ലിമിറ്റഡ് ഡേറ്റയാണ് എങ്ങനെയാണ് ഫാർമക്കോഡൈനാമിക് റെസ്പോൺസസ് കുട്ടികളിൽ ഉണ്ടാവുക, അതായത് കുട്ടികളിൽ എങ്ങനെയാണ് ഈ ഒരു മരുന്നിന്റെ റെസ്പോൺസസ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്, കുട്ടികളെ ഒരു അഡൽട്ടിന്റെ, അതായത് ഒരു എന്താ പറയാ സമ്പൂർണ്ണ വളർച്ച എത്തിയ ഒരു മനുഷ്യന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ട്, ചെറിയൊരു വേർഷൻ ആയിട്ടാണ് കാണുന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓഥർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നു അങ്ങനെ കാണുന്നത് ശരിയല്ല. എന്തുകൊണ്ട് കാണുന്നത് ശരിയല്ല? ഫിസിയോളജിക്കൽ ഡിഫറൻസസ്, അവരിൽ ഉണ്ടായിരിക്കുന്ന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസ്, അതുകൂടാതെ അവരിൽ ഉണ്ടാവുന്ന ഹോർമോണിക് ഡിഫറൻസസ് അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിക് റെസ്പോൺസസ്, അതൊക്കെ ഡിഫറെന്റ് ഫ്രം എന്താണ്, ഒരു അഡൽട്ടിൽ നിന്നും ഒരു കുട്ടികൾക്ക് എന്താണ് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ഭക്ഷ്യവസ്തുക്കളിലും ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മദ്യം പോലുള്ള സാധനങ്ങൾ അല്ലാതെ തന്നെ നമ്മൾ എല്ലാവരും കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ സപ്ലിമെന്റുകൾ, അല്ലെങ്കിൽ ചില ഓയിലി ഫുഡ്സ്, ഇതിനൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ത്, നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് എക്സ്. അതായത് സപ്പോസ് ഒരു 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേബലുകൾ നമ്മളും കണ്ടിട്ടുണ്ട്. എന്തായിരിക്കാം അങ്ങനെ ലേബലുകൾ വരാനുള്ള കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം കുട്ടികളിലെ ഒരു ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അഡൽട്ടുകളെ പോലെ അല്ല. അവർക്ക് നടക്കുന്ന മെറ്റബോളിക് റേറ്റുകളെല്ലാം ഡിഫറെന്റ് ഫ്രം എന്താണ്, അഡൽട്ട് ആണ്. അപ്പോൾ ആ തെറാപ്യൂട്ടിക് ഓർഫൻസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ അനാഥരാണ്. എന്തില്? അവർക്കുള്ള മരുന്നുകളെ കുറിച്ചിട്ടുള്ള ട്രയലുകളും R&Ds നടക്കുന്നത് വളരെ കുറവാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്ത്? തെറാപ്യൂട്ടിക് ഓർഫൻസ് എന്നുള്ള ഒരു ടേം. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ഇതിനകത്തൊരു എക്കണോമിക് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡയമെൻഷൻസും കൂടി നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഇപ്പൊ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഒക്കെ ഗവേണൻസിന്റെ പേപ്പറിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മളുടെ GS2 നമുക്ക് വളരെയധികം ആവശ്യം വരും. GS1 സൊസൈറ്റിയുടെ പേപ്പേഴ്സ് എഴുതുമ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ GS3 നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ എക്കോണമിയുടെ ചില പേപ്പറിനകത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സയൻസ് ആൻഡ് ടെക്കിന്റെ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഇതിനെ കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എസ്സേയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ഫിലോസഫിക്കൽ എസ്സേസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഡയമെൻഷനിൽ ഒരു ഹെൽത്തിന്റെ ഒരു ഡയമെൻഷൻ കൊണ്ടുവരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പബ്ലിക് ഹെൽത്ത് ഡയമെൻഷൻ കൊണ്ടുവരുമ്പോഴും നമുക്ക് ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്യാം. പിന്നെ GS4 നമ്മൾ എത്തിക്കാൻ ഇന്റഗ്രിറ്റിയിൽ നമുക്ക് എഴുതുന്ന സമയത്ത് കേസ് സ്റ്റഡീസ് കോട്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളുടെ ചില ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു GS4 ആൻസേഴ്സിലെ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് നമ്മൾ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പീഡിയാട്രിക് മെഡിസിൻസിന്റെ അഫോർഡബിലിറ്റിയും ആക്സസിബിലിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഒരു കുട്ടികൾക്കുള്ള മെഡിസിനകത്തുള്ള ചെലവുകളും അല്ലെങ്കിൽ അതിന്റെ അഫോർഡബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് WHO എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ് ഫോർ ചിൽഡ്രൻ. ഇപ്പൊ ശരിക്കും എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു EML എന്ന് പറയുന്ന ഒരു സാധനം ഫോർ അഡൽട്സ് ഉണ്ട്. അത് നമ്മളെല്ലാവരും പ്രിലിംസിൽ പഠിക്കുന്ന ഒരു സാധനമാണ്. അത് വളരെ സക്സസ്ഫുള്ളി ആണ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തത്. ആസ് കമ്പയർ ടു അതർ ഡെവലപ്ഡ് നേഷൻസ്, ഇന്ത്യ അതിന് വളരെ വളരെ പെട്ടെന്നാണ് അത് ചെയ്തത്. ഓക്കെ, നമ്മൾക്ക് ഇപ്പോഴും ഒരു എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ് ഉണ്ട്, പക്ഷെ EML ഫോർ ചിൽഡ്രൻ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഈ നമ്മളുടെ ചിൽഡ്രൻ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടും ഫ്രീക്വന്റ് ആയിട്ടും എന്ത് വേണം, EML ഫോർ ചിൽഡ്രനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുറത്തേക്ക് ഇറക്കണം. അതൊരു പബ്ലിക് ഹെൽത്ത് പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ പുറത്തേക്ക് ഇറക്കണം എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓതർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ
കുറച്ച് പോളിസി ഇമ്പരേറ്റീവ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഓതർ ഫുഡ് ഫോർവേഡ് ചെയ്യുന്ന ഒന്നാണ് കോംപ്രിഹെൻസീവ് നാഷണൽ പോളിസി ഓൺ പീഡിയാട്രിക് ഫാർമക്കോ വിജിലൻസ് വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു CDSCOയും SDRും തമ്മിലുള്ള ഒരു റെഗുലേഷൻ കുറവുകളുണ്ട്. അപ്പൊ ആ റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ആ റെഗുലേഷൻസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ അതൊന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ആക്കണം. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ EML ഫോർ ചിൽഡ്രൻ എന്ത് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇത് നമ്മളുടെ വേ ഫോർവേഡ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ഫോർ ചിൽഡ്രൻ അത് വളരെയധികം റെഗുലേഷൻസ് നടത്തണം. ഇപ്പോ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മളുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത് മരുന്ന് ഓക്കെ. അപ്പൊ മെഡിക്കൽ സ്റ്റോറുകളിൽ തന്നെ പോയിട്ട് മരുന്ന് മേടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നമുക്കൊരു മരുന്ന് വരുമ്പോഴത്തേക്കും, നമുക്കൊരു അസുഖം വരുമ്പോഴത്തേക്കും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാരസെറ്റമോൾ മേടിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിട്രിസിൻ മേടിക്കുന്നു. അത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികളിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നുകൂടി റെഗുലേറ്റ് ചെയ്യണം എന്നാണ് ഓതർ പറയുന്നത്. അത് കൂടാതെ സ്ട്രിക്ട് പെനാലിറ്റീസ് ഫോർ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് സബ് സ്റ്റാൻഡേർഡ് ഓർ കൗണ്ടർഫിറ്റ് മെഡിസിൻ. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭക്ഷണം അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നത്, അല്ലെ? അപ്പോ നമ്മൾ അസുഖം മാറാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന മുറയ്ക്ക് ആ കഴിക്കുന്ന മരുന്നിൽ നിന്ന് നമുക്ക് അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു എന്താണ്, ഒരു പാരഡോക്സ് ആണ്, അല്ലെങ്കിൽ അത് കോൺട്രഡിക്ടറി ആണ്, അല്ലെ? അത് ആ ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ മാറ്റുക, എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് മാറുള്ളൂ. ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള റെഗുലേഷൻസും പെനാലിറ്റീസ് ഒക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പറയുന്ന ചെറിയ മൈനർ പോയിന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഞാൻ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വീഡിയോ ലാഗിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ 27ഓളം കുട്ടികളുടെ മരണം പോയിന്റ് ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ലൈറ്റ് അടിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ പീഡിയാട്രിക് റെഗുലേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് ഹെൽത്തിന്റെ ഒരു പോയിന്റ് ഓഫ് ഷെയർ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോക്കസ് ഇപ്പൊ മാറി നിൽക്കേണ്ട സംഗതി ഇതിലേക്കാണ് എന്നാണ് എന്ത് പറയുന്നത്, ഓതർ പറയുന്നത്. ഓക്കെ. വളരെ നല്ലൊരു ആർട്ടിക്കിൾ ആണ്. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ വായിക്കുക. ഇത് നിങ്ങളുടെ ആൻസേഴ്സിന് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ഓക്കെ. ഓൾറൈറ്റ്. അപ്പോ ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോവാം. രണ്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് വളരെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ന്യൂസിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു പോർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ പോർട്ട് കോൺട്രവേഴ്ഷ്യൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണും അത് ഏത് പോർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. യെസ്, അത് ഗലത്തിയ പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഗ്രേറ്റ് നിക്കോബാറിൽ വരുന്ന ഒരു പോർട്ടിനെ കുറിച്ചാണത്. ഞാൻ ഗലത്തിയനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്, ആ പോർട്ടിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആണ് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് പേപ്പേഴ്സിൽ. ഒരുപാടായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രേറ്റ് നിക്കോബാർ പോർട്ടിനെ നമ്മൾ വളരെയധികം സ്ട്രാറ്റജിക്കലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആണെന്നും അല്ലെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് പറയാറുണ്ട്, അല്ലെ? ഒരുപാട് ക്ലെയിം ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഓതർ പറയുന്നത് എന്താണ്, അതൊക്കെ ഒരു ഫ്ലോയാണ്, അതായത് അതൊക്കെ തെറ്റാണ്. എക്കണോമിക് റാഷണലോ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്കൽ ഫീസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റിയോ ഈ പോർട്ടിന് ഇല്ല എന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്, ഇന്നത്തെ ഓതർ പറഞ്ഞു വെക്കുന്നത്. അപ്പോ അതിന് അദ്ദേഹത്തിൻ്റെതായ റീസൺസ് അദ്ദേഹം പറയുന്നു. ഫോർ എക്സാമ്പിൾ, എക്കണോമിക് റാഷണൽ ഇല്ല എന്ന് അദ്ദേഹം പറയാനായിട്ടുള്ള കാരണം പറയുമ്പോൾ അദ്ദേഹം നമ്മളുടെ കേരളത്തിലുള്ള വല്ലാർപാടം പോർട്ടിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ കൊളംബോ പോർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംഗപ്പൂർ പോർട്ടിൽ നിന്നും ഒക്കെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ട്, ഇപ്പൊ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ് ജേർണിയിലേക്ക് ഒരു പോർട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ പോകുന്ന വേളയിൽ അപ്പോൾ അത് നമ്മളുടെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാർഗോ നമുക്ക് എവിടെ എത്തിക്കണം, നമുക്ക് UAE എത്തിക്കണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂറോപ്പിലേക്ക് എത്തിക്കണം. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് ഷിപ്പിലേക്ക് ചെറിയൊരു ഷിപ്പില് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ കാർഗോ ലോഡ് ചെയ്തിട്ട് നമ്മൾ അത് എവിടെ എത്തിക്കും, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള UAE എത്തിക്കും, അല്ലെങ്കിൽ നമ്മളത് കൊളംബോ പോർട്ടിൽ എത്തിക്കും. കൊളംബോ പോർട്ടിൽ എത്തിച്ചതിന് ശേഷം വലിയൊരു ഷിപ്പിലേക്ക് അതിനെ കയറ്റി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മൾ അതിനെ യൂറോപ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു സ്റ്റൈൽ ഓഫ് സാധനം ഉണ്ട്. അപ്പൊ അതിനെയാണ് ഇന്ന് ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ കൂടുതലൊന്നും ഇല്ല, ഒരു വലിയ ഷിപ്പിന് വന്ന് നമ്മളുടെ കയ്യിൽ എന്ത് ചെയ്യാം, കാർഗോ കളക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ഇന്റൻഷനിലൊക്കെയാണ് ഈ വല്ലാർപാടം പോർട്ടൊക്കെ ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ നമ്മുടെ കൊളംബോ ആൻഡ് സിംഗപ്പൂർ പോർട്ടിന് ഒരു ഭയങ്കര അധികം കോമ്പറ്റീഷൻ ആയിരിക്കും അതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം ആഘോഷിച്ച് ചെയ്തൊരു സംഗതിയാണ്. പക്ഷേ ഓദർ പറയുന്നത് ഒരു ഒരു ഈ പറഞ്ഞ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ആവണമെങ്കിൽ നമുക്ക് ആ ഒരു പോർട്ടിന്റെ കപ്പാസിറ്റി കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് മറിച്ച് എന്താന്ന് വെച്ചാല് ആ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റി, അല്ലെങ്കിൽ അതിന്റെ ഫീഡർ ലിങ്കുകൾ, അല്ലെങ്കിൽ അതിന്റെ കാരിയർ ലോയലിറ്റി എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ആൻഡമാൻ നിക്കോബാർ പോർട്ടിൽ അവിടെ എന്ത് കണക്ടിവിറ്റിയാണ് വേറെ ഉള്ളത്, ഒരു ഫീഡർ ലിങ്കുകൾ അതിനില്ല, അല്ലെങ്കിൽ അതിനകത്ത് കാരിയർ ലോയലിറ്റി വളരെ കുറവാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പൊ ശരിക്കും അത് വേണ്ടത് ഒരു മെയിൻലാൻഡ് ഇന്ത്യയിലാണ് അല്ലെ. ഇപ്പൊ നമ്മൾ നിക്കോബാർ ഐലൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇനി പ്രൊഡക്ഷൻ നടത്തി വരുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു എക്കോളജിക്കൽ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നതാണ് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്നും 1200 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു പോർട്ടാണ് എന്ത്, ഈ നിക്കോബാർ പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സോക്കോൾ നിക്കോബാർ പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ പോർട്ട് എത്രത്തോളം സക്സസ് ആവും എന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന വേറൊരു സ്ട്രാറ്റജിക്, പലരും ഈ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പല മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു സ്ട്രാറ്റജിക് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് വരുന്നത്, മിലിറ്ററി ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജസ്റ്റിഫിക്കേഷൻസ് നമ്മൾ കാണും. പക്ഷേ എന്താണ് ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി INS ബാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നേവൽ കമാൻഡ് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നിക്കോബാർ ഐലൻഡിലും പോർഷൻസിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജിക് അത് ഉള്ളപ്പോ വീണ്ടും എന്തിനാണ് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ വേണ്ടത് എന്നാണ് ഓദർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻസി കിട്ടുന്നില്ല, ഇതിനകത്തൊരു ട്രാൻസ്പെറൻസി ഇല്ല ഈ പറയുന്ന പോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്നും അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒപ്പീനിയനിലാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും ആസ് എ UPSC ആസ്പിറന്റ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഏറ്റവും റാഷണൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിന് അവർ പറയുന്ന ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യാൻ അതിന് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഒപ്പീനിയൻസ് വിൽ കം ആൻഡ് ഗോ. നമ്മൾ ഒരിക്കലും ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ആ ഒപ്പീനിയൻ ശരിയോ തെറ്റോ എന്ന് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം UPSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം പോർട്ട് എന്ന് പറയുന്ന ടോപ്പിക് എന്താണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2024 പേപ്പർ ആയിക്കോട്ടെ, 2023 പേപ്പർ ആയിക്കോട്ടെ, പോർട്ടുമായിട്ടുള്ള സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ വന്നിരുന്നു. ഓക്കെ, അത് കൂടാതെ തന്നെ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ട് വളരെയധികം ലൈം ലൈറ്റിൽ നിൽക്കുകയാണ്. റീസെന്റ് ആണ് അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവണം. നമ്മൾ അതിന്റെ ന്യൂസ് പേപ്പർ അനാലിസിസ് മാത്യു സാർ ചെയ്ത സമയത്ത് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു പൊളിറ്റിക്കൽ ലീനിങ് ഉള്ള ഒപ്പീനിയൻസ് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാൻ നിൽക്കരുത് എന്നല്ല, പൊളിറ്റിക്കൽ ലീനിങ് ഉള്ള ഒപ്പീനിയൻസിനെ നമ്മൾ ഒരുപാട് കൺസിഡറേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ എപ്പോഴും റാഷണൽ ആയിട്ടുള്ള റീസൺസിനെ മാത്രം കൺസിഡറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഈ ആർട്ടിക്കിളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നമുക്കൊരു PYQ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഗലത്തിയ പോർട്ട് എവിടെയാണ്, നിക്കോബാറിലാണോ, നോർത്ത് ഓഫ് നിക്കോബാർ ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനം. ഓക്കെ, പിന്നെ ഇത് ഇഫ് പോസിബിൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് വായിക്കാം, നല്ലൊരു ആർട്ടിക്കിൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് കുറെ ടെക്നിക്കൽ ടേംസ് ഇതിനകത്ത് നിന്ന് കിട്ടും. ഹയർ പോർട്ട് ഹാൻഡ്ലിംഗ് ചാർജസ്, ബെറ്റർ ലോജിസ്റ്റിക്സ് എന്നൊക്കെ ഉള്ള കുറച്ച് നല്ല നല്ല വൊക്കാബുലറീസ് നമുക്ക് കിട്ടും. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇദ്ദേഹം പറയുന്നത് വിഴിഞ്ഞം ഒരു ഏർലി സക്സസ് ആണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് MSC എന്ന് പറയുന്നത് നമ്മളുടെ മദർഷിപ്പ്, വലിയ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പുകളിൽ ഒന്നായിട്ടുള്ള മദർഷിപ്പ്, മറ്റേ ഷിപ്പിന്റെ ഓണർഷിപ്പിന്റെ കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹം കുറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നമുക്ക് നോൺ UPSC കണ്ടന്റ് ആണ്. അതൊക്കെ ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ കണ്ടന്റ് ഒക്കെ അദ്ദേഹം പറഞ്ഞു വെച്ച് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ്ലി വെക്കേണ്ട ഒരു സാധനം, ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് ഓൾവേസ് എ ക്ലോസ് അല്ലെങ്കിൽ ഒരു ക്ലാഷ് ബിറ്റ്വീൻ വാട്ട് നമ്മളുടെ ഡെവലപ്മെന്റ് വേഴ്സസ്
എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിന്റെ ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ കേസ് സെനാറിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിക്കോബാർ പോർട്ടിന്റെ കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന പോസിബിൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ചെയിൻ ഓഫ് കോൺസിക്വൻസസ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിന്റെ ഒക്കെ കൂടെ തന്നെ നമുക്ക് എന്തും വേണം, നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റിയും സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റും സുപ്രീം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും ആൻസേഴ്സ് എഴുതേണ്ടത്. പിന്നെ ഒരിക്കലും നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നില്ല എന്ത്, നിക്കോബാർ പോർട്ട് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാന്നുള്ളത്. നമ്മളുടെ അടുത്ത് ആസിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ഡെവലപ്മെന്റ് വേഴ്സസ് നമ്മളുടെ എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ആംഗിളിലായിരിക്കും ക്വസ്റ്റ്യൻസ് മിക്കവാറും വരിക. അതിന് നമ്മൾ എങ്ങനെ ജോട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ആൻസേഴ്സിലേക്ക് എഴുതാൻ സാധിക്കുക. പിന്നെ നമ്മളുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ ഗലത്തിയ പോർട്ട് എന്ന് പറയുന്നത് എവിടെ വരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, UPSCക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ ഇതാണ് ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള സിമ്പിൾ. നമുക്ക് ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസിനകത്തോ GS പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഒരുപാട് എഴുതാൻ സാധിക്കുന്ന ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഈ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാൻ ഭാരതം മിഷൻ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ടാണ് ഇതിൽ സംസാരിക്കുന്നത്. അതിന്റെ ഒരു സക്സസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു UPSC പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടോ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് അനന്ത IAS അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. നിങ്ങൾ അത് വായിക്കണം. വളരെ നല്ലൊരു നോട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറയാം എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു ഇതിനകത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജ്ഞാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത്, ജ്ഞാൻ ഭാരതം മിഷൻ ഓൺ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്റലക്ച്വൽ ഹെറിറ്റേജിനെ, ഇപ്പൊ നമുക്കറിയാം ആര്യഭട്ടൻ മുതൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ബേസിക് ഹിസ്റ്ററി ക്ലാസ്സസിൽ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു മിഡീവൽ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ ബിഫോർ ക്രൈസ്റ്റൽ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള വെസ്റ്റേൺ സിവിലൈസേഷൻസ് അല്ലെങ്കിൽ റോമൻ സിവിലൈസേഷൻസിന് മുന്നേ മുതൽ നമ്മൾ എന്തുണ്ട്, നമ്മൾ സിവിലൈസ്ഡ് ആണ്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കുറേ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമ്മളുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നോളജ് ബേസിസ് ഉണ്ടായിരുന്നു, അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് ആർക്കൈവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് പല റീസൺസ് ഉണ്ട്. നമ്മൾ എഴുതി വയ്ക്കുന്നത് പേപ്പർ പോലുള്ള ലാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളിലല്ല, മറിച്ച് പാം ലീഫുകളിലായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ടെർമൈറ്റ്സിന്റെ അറ്റാക്ക് അല്ലെങ്കിൽ ചിതലരിച്ചു പോവുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫംഗസിന്റെ അറ്റാക്കുകൾ മൂലം അത് നശിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളുടെ നോളജ് ഒരുപാട് പോയി. പിന്നെ ഒരുപാട് ഇൻവേഷൻസ് സംഭവിച്ച സമയത്ത് അതിനകത്ത് നിന്ന് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലോസസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു, നമ്മളുടെ ഒരു നോളജ് ബേസിസ് ലോസ് സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തു ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇന്റലക്ച്വൽ നോളജ് കോഷ്യന്റ് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നോളജ് ബേസിനെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഉള്ളതിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവുമായിട്ട് നമ്മളുടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഈ ഒരു ഇനീഷ്യേറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ നടത്തണം, അതിനെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ജ്ഞാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷന്റെ കെയർ ഓഫിൽ കുറെ ടെക്നോളജീസ് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ളതും വളരെ ക്ലാസിക്കലുമായിട്ടുള്ള നോളജിനെ റിട്രീവ് ചെയ്ത് അതിനെ കറന്റ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഐഡിയയിൽ കൂടിയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ ജ്ഞാൻ ഭാരതം മിഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ടെക്നോളജി ഇൻ പ്രിസർവിങ് ദ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിന് അതിമനോഹരമായിട്ട് നമ്മൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ജ്ഞാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ ജസ്റ്റ് ഇതിൽ നമ്മൾ ആ ഒരു ChatGPT മെൻഷൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ചും കൂടി നോട്ട്സ് ഞാൻ ഇതിൽ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊളാബറേഷൻസ് നമ്മളുണ്ട്, MOUs നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 20ഓളം MOUs ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജ്ഞാൻ ഭാരതം മിഷൻ അസോസിയേറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റീസ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, MOU അസോസിയേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഏഷ്യാറ്റിക് സൊസൈറ്റി പാർട്ടിസിപ്പന്റ് ആണ്, യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ, ഹിന്ദി സാഹിത്യ സമ്മേളൻ, ഗവൺമെന്റ് ഓറിയന്റൽ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി ചെന്നൈയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഒരു പ്രോഗ്രാമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്നാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്.
പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ദ കീ ഒബ്ജക്റ്റീവ് ഓഫ് ഞാൻ ഭാരതം മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രിസർവ് ആൻഡ് ഡിജിറ്റലി ഡോക്യുമെന്റ് ഇന്ത്യാസ് വാസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ്. ഇപ്പോ നമ്മൾക്കറിയാം, നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് എന്താ? മാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ചിട്ട്. മനുഷ്യനായിട്ട് എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ, മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ മാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുക. ഇന്ത്യയുടെ ഏറ്റവും ഹെറിറ്റേജ്, അതായത് നമ്മളുടെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള, ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള നോളജിനെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്ന, പ്രിസർവ് ചെയ്ത് നമ്മളുടെ നാഷണൽ ഡിജിറ്റൽ റെപ്പോസിറ്ററിയിൽ ആർക്കൈവ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിലാണ് ഈ മിഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബലി നമ്മൾക്ക് ഒരു റിസർച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അക്കാഡമിക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കോളേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വായിക്കാൻ വേണ്ടിയിട്ടോ നോളജിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ഇതിനെ മാക്സിമം എന്ത് ചെയ്യുക? ഗ്ലോബലി ഇതിനെ മാക്സിമം സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവും ഈ മിഷന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു ഞാൻ ഭാരതം സെല്ലുണ്ട്. അത് അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഒരു മിഷൻ വർക്ക് ചെയ്യുന്ന വെർട്ടിക്കൽസ് ഏതൊക്കെ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സർവേ ചെയ്യുന്നുണ്ട്, കാറ്റലോഗിങ്, അതായത് നമ്മളുടെ ഓരോ മാനുഫാക്ചറിങ്ങിനെ കാറ്റലോഗ് ചെയ്ത് അത് എവിടെ നിന്ന് കിട്ടി, എന്തൊക്കെയാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളതിന്റെ ഒരു സമ്മറി മെൻഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അതിനെ കൺസേർവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രിസർവേഷൻ, അതിന്റെ ടെക്നിക്സ് ഇംപ്രൂവ് ചെയ്യുക, അതിനെ ട്രെയിൻ ചെയ്യുക, ഇതിനെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ഡിജിറ്റലൈസേഷൻസ്, മോഡേൺ ആയിട്ടുള്ള സ്കാനിങ് ടൂൾസും ആർക്കൈവൽ ടൂൾസും ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്സിനെയും സഹായിത്താൽ ഇതിനെ മോഡേൺ ലാംഗ്വേജസിലേക്ക്, ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിന് വളരെയധികം കൊളോക്കിയൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന മലയാളം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം, ഞാനൊരു മധ്യ കേരളത്തിൽ സംസാരിക്കുന്ന കൊളോക്കിയൽ ടേമിലാണ് ഒരുപാട് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു നോർത്തേൺ കേരളയിലേക്ക് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സദേൺ കേരളയിലേക്ക് പോയി കഴിഞ്ഞാലോ ഒക്കെ ഒരു ഡിഫറൻസസ് ഓഫ് എന്തുണ്ട്? നമ്മളുടെ ലാംഗ്വേജിന്റെ ഒരു എക്സ്പ്രഷനിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസുകളെ എല്ലാം ആ കാലത്ത് മുതൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെയെല്ലാം മനസ്സിലാക്കി ആ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്സിനെ ഉപയോഗിച്ച് ആ വേരിയേഷൻസ് മനസ്സിലാക്കി അതിന്റെ മീനിങ് തെറ്റാതെ തന്നെ മോഡേൺ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഭാരതം മിഷന്റെ ഒരു ഭാഗമാണ്. ദെൻ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, നിങ്ങൾക്കറിയാം, അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മാക്സിമം റിസർച്ചസും പബ്ലിക്കേഷൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക, അക്കാഡമിക് സ്റ്റഡീസ് നടത്തുക, കമ്പൈലേഷൻസ് നടത്തുക എന്നുള്ള പരിപാടികളൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഏതൊരു പരിപാടിയുടെ സക്സസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഔട്ട്റീച്ച് ആണ്, അല്ലെ? അപ്പോൾ പബ്ലിക് എൻഗേജ്മെന്റ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഇതിന്റെ ഫണ്ടിങ് മെക്കാനിസം ആണ് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഒരു ബഡ്ജറ്ററി അപ്രൂവൽസിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഞാൻ ഭാരതം മിഷൻ എന്ന് പറയുന്ന മിഷനില് എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഒരു എന്താ പറയാ, ദിസ് മിഷൻ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. The mission represent a national movement to revive and preserve India's civilizational knowledge base. ഇന്ത്യയുടെ സിവിലൈസേഷണൽ ആയിട്ടുള്ള നോളജ് ബേസിനെ പ്രിസർവ് ചെയ്യുക, ഒരു നാഷണൽ പ്രൈഡ് ആയിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഹെറിറ്റേജിനെ വരുന്ന തലമുറയ്ക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. എന്തായിരുന്നു ഇന്ത്യ, എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിലെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മളുടെ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. നോക്കൂ, ഒരു ഏൻഷ്യൻ വിസ്റ്റത്തിനെ മോഡേൺ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൺവേർഷൻ ചെയ്യാണ്. അപ്പോൾ ഇതിനൊരു എന്താ പറയാ, ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഇതിനൊരു ലോങ് ലൈഫ് നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അതും ഇതിന്റെ ഒരു വളരെയധികം സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ ദ നാഷണൽ ഡിജിറ്റൽ റെപ്പോസിറ്ററി വിൽ ബിക്കം എ സെൻട്രൽ ഹബ് ഫോർ സ്കോളേഴ്സ് വേൾഡ് വൈഡ്. അതൊരു പ്ലാൻ ആണ്, ഒരു സ്കോളർലി, നമ്മളുടെ ഇന്ത്യ വിശ്വഗുരു എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ അറിയപ്പെടുന്നതും വിശ്വഗുരു എന്നറിയപ്പെട്ടിട്ടാണ്. നളന്ദ പോലെയുള്ളതും തക്ഷശില പോലെയുള്ളതും വിക്രമശില പോലെയുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ 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 പ്രാചീനമായിട്ടുള്ള
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇന്ത്യയിൽ വളരെയധികം പ്രവർത്തിച്ചിരുന്നു അല്ലെ. അപ്പോൾ അതിന്റെ ഒരു അതിന്റെ ഒരു ലീനേജ് ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീണ്ടും ഇന്ത്യയെ ഒരു സ്കോളേഴ്സ് ഒരു ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ളത് വെക്കുമ്പോൾ ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിക്കും ഒരു കൾച്ചറൽ ഡിപ്ലോമസിക്കും ഒക്കെ അവിടെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ന്യൂസ് അനാലിസിസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ എനിക്ക് ഇവിടെ പാസ് ചെയ്യാനുണ്ട്. നമ്മൾ അനന്ത IAS അക്കാഡമി പുതിയ ബാച്ച് നവംബർ 10th സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആസ്പിരൻസ് എത്രയും പെട്ടെന്ന് നമ്മളുടെ അക്കാഡമിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം നമ്മൾ വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും മാക്സിമം എക്സ്പെർട്ടൈസസ് ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൂടി നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ അക്കാഡമിക് ഹെഡും അതേപോലെ തന്നെ നമ്മളുടെ അക്കാഡമിക് ഡയറക്ടർ കൂടി ഉള്ള ഒരു ഇന്റർവ്യൂ പാനൽ നമ്മൾ അടുത്ത് തന്നെ റെഡി ആവുന്നതായിരിക്കും. ആ പാനലിന് മുമ്പിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂ നിങ്ങൾ നടത്താനായിട്ട് കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വരെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അനന്ത IAS അക്കാഡമി റെഡിയാണ്. ഓക്കെ, നിങ്ങളുടെ ഓരോ ആഗ്രഹത്തിന്റെ കൂടെയും കൂടെ നിൽക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ അനന്ത IAS അക്കാഡമി ഇപ്രാവശ്യത്തെ നമ്മളുടെ പുതിയ സിവിൽ സർവീസ് ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ദിസ് ജേണി ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു അനാലിസിസ് കേട്ടതിന് വളരെയധികം നന്ദി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ അതുമായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിന്റെ കമന്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.